അങ്ങനെ ഇനിയിപ്പോൾ മഴവില്ലാളികൾ എന്തു ചെയ്യും? മഴവില്ലാളികളുടെ അവകാശത്തിന് വേണ്ടി വല്ലാതെ പോരാടുകയും ഖത്തറിനെ പോലെയുള്ള പ്രാകൃത രാജ്യങ്ങൾ ഫിഫ വേൾഡ് കപ്പൊക്കെ നടന്നപ്പോൾ അവരെ സവിശേഷമായി അംഗീകരിക്കാത്തതിനെതിരെ വലിയ ബഹളവുമൊക്കെ വെച്ച നമ്മുടെ മാത്യു സാമുവൽ ജി, ആരിഫ് ഹുസൈൻ ജി, രവിചന്ദ്രൻ ജി തുടങ്ങിയവരൊക്കെ ഇപ്പോൾ അന്തരീക്ഷത്തിലാകും. അമേരിക്കയിൽ 93 ലക്ഷം ട്രാൻസ്ജെൻഡറുകൾ ഇനി ട്രാൻസ്ജെൻഡർ അല്ല എന്ന് സാക്ഷാൽ നമ്മുടെ ട്രംപ് മച്ചമ്പി ഒപ്പുവെച്ച് കഴിഞ്ഞു. ആ ഒപ്പിട്ടതോടുകൂടി അവരാരും ഇനി അവരല്ലാതായിരിക്കുന്നു. ഒരൊറ്റ രേഖയിലും ഇനി മുതൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ലെന്നാണ് മച്ചമ്പിയുടെ തീരുമാനം. ഇതിപ്പോൾ സൗദി അറേബ്യയിലോ UAE-യിലോ ഖത്തറിലോ ഒക്കെയാണ് എടുത്തതെങ്കിൽ പ്രാകൃതവും ഗോത്രവും ഒക്കെ പറഞ്ഞ് ബഹളം വെക്കാമായിരുന്നു. ഇത് ആധുനികതയുള്ള ഉത്തരാധുനികതയിൽ ജ്വലിച്ചു നിൽക്കുന്ന ട്രംപ് മച്ചമ്പിയാണ് ഈ പണി ചെയ്തത്. അതൊരു വല്ലാത്ത സങ്കടകരമായ കാര്യവുമാണ്. മഴവില്ലാളികളെ അംഗീകരിക്കാത്തതിന് നിലവിളിച്ച് കരഞ്ഞ 3 പേരായിരുന്നു നമ്മുടെ മാത്യു സാമുവൽ ജി, ആരിഫ് ഹുസൈൻ ജി, പിന്നെ രവിചന്ദ്രൻ ജി. ഈ 3 ജിമാരും ഇതിനുവേണ്ടി വല്ലാതെ സങ്കടപ്പെട്ട് നിലവിളിച്ച കാഴ്ച സമീപ ഭൂതകാലത്ത് നമ്മൾ കണ്ടതാണ്. അതിൽ മാത്യു സാമുവൽ ജിയൊക്കെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് തകർക്കുന്ന വേളയിൽ ഖത്തറിനെതിരെ ഏറ്റവും വലിയ ആരോപണമായി കൊണ്ടുവന്നത് ഇത്തരമൊരു കാര്യമായിരുന്നു. ഇങ്ങനെ മനുഷ്യരുണ്ടോ എന്നും ഇതെന്തൊരു കാലമാണെന്നും യവന്മാരൊക്കെ കുഴപ്പമാണെന്നും ഇതിൻ്റെ എല്ലാം അടിസ്ഥാന ഗ്രന്ഥം ആ ഖുർആൻ എന്ന് പറയുന്നതാണെന്നും അതിനെ എടുത്ത് കാട്ടിൽ കളയണമെന്നും അവിടെ താമസിക്കാൻ വന്നവരൊക്കെ മുറിയിൽ വെച്ചിരുന്ന ഖുർആൻ എടുത്ത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടുന്നത് മാത്യു സാമുവൽ ജി കണ്ടെന്നും ഒക്കെ പറഞ്ഞാണ് നിലവിളിച്ചത്. പിന്നെ ആരിഫ് ഹുസൈൻ ജി ആകട്ടെ അന്താരാഷ്ട്ര കോടതിയിൽ സുന്നത്ത് കല്യാണത്തിനെതിരെ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി കാശൊക്കെ സമാഹരിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഗൂഗിൾ അവലംബമായി സ്വീകരിക്കുന്ന രവിചന്ദ്രൻ ജിയും ഇക്കാര്യത്തിൽ സമാന മനസ്കരായിരുന്നു. ഇവരൊക്കെയും പ്രാകൃതത്തെയും ഗോത്രവർഗത്തെയും ഒക്കെ അപമാനിച്ച് മുന്നേറുന്നതിനിടയിലാണ് മച്ചമ്പി ഈ പണി നടത്തിയത്. അധികാരത്തിലെത്തി ആദ്യം ഒപ്പുവെച്ചത് മഴവില്ലാളികളെ പിരിച്ചുവിട്ടുകൊണ്ടാണ്. ഇനി മഴവില്ലാകെ മാനത്തെ കാണാനൊക്കൂ, അമേരിക്കയിൽ കാണാൻ പറ്റില്ല, കുറഞ്ഞ പക്ഷം മച്ചമ്പി പോകുന്നതുവരെ. ഇല്ലെങ്കിൽ ഇനി അമേരിക്കൻ കോടതിയിൽ ആരെങ്കിലും വ്യവഹാരമായി ചെന്ന് അത് പിടിച്ചു വാങ്ങുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ടാവണം. തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഫയൽ ഒപ്പിട്ട് 93 ലക്ഷം മഴവില്ലാളികളെയാണ് അവരുടെ ഒറിജിനൽ ലിംഗത്തിലേക്ക് മടക്കി അയച്ചത്. അങ്ങനെ മടക്കി അയച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയ ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 ജിമാരും നിശബ്ദമായ മയക്കത്തിലാണ്. ഇനി ഞെട്ടി ഉണർന്ന് മഴവില്ല് സ്വപ്നം കണ്ട് നിലവിളിക്കുമോ എന്നുള്ളതാണ് ഭയം. ചിലപ്പോൾ തള്ളിക്കളയാനാവില്ല. സാമുവൽ ജിയുടെ അന്താരാഷ്ട്ര പരിചയവും ആരിഫ് ഹുസൈൻ ജിയുടെ നിയമവശവും രവിചന്ദ്രൻ ജിയുടെ ഗൂഗിൾ വിജ്ഞാനത്തിലുള്ള അപാരമായ സാധ്യതയും ഉപയോഗിച്ച് അന്താരാഷ്ട്ര കോടതിയിൽ ചിലപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി മച്ചമ്പിയെ പാഠം പഠിപ്പിക്കാൻ അതുമാത്രമേ ഉള്ളൂ മാർഗം.